ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഞങ്ങൾ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ. അപ്പൊ എന്റെ കൊളീഗ്സ് ഒക്കെ വരുന്നുണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇത്തവണ ലാസ്റ്റ് ഇയർ പോലെ ഒരു ഓണമല്ല നടത്താൻ ഉദ്ദേശിച്ചിരിക്കണേ. ലാസ്റ്റ് ഇയർ ഞങ്ങൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓണ സദ്യ തന്നെ ഉണ്ടാക്കി. അതും എന്റെയും അജയുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഓണസദ്യ വളരെ റെയർ ആയിട്ടാണ് ആൾക്കാർ വീട്ടിലുണ്ടാക്കുന്നത്. എല്ലാവരും ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. വളരെ കുറച്ച് പേരുടെ വീട്ടിലായിരിക്കും ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുന്നത്. മറ്റേത് എന്തിനൊക്കെ എഫേർട്ട് ഇടുന്നത്, നമുക്ക് ഈസി ആയിട്ട് കിട്ടുമ്പോൾ അതല്ലേ എളുപ്പം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇപ്പൊ ഒരു ഇലയ്ക്ക് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പ്ലസ് ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണമായിരുന്നു. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഓണം ആവും ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ജർമ്മൻ കൊളീഗ്സിനെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഭയങ്കര സൂപ്പറായിട്ട് നാട്ടത്തെ പോലെ തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്, മലയാളീസ് കമ്മ്യൂണിറ്റികൾ ഉണ്ട്. വേണമെങ്കിൽ അതിൽ പോയി ജോയിൻ ചെയ്യായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരെ ഓണം എന്താന്നുള്ളതും ഓണം എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വിഷ് ചെയ്യണ സമയത്ത്, അതായത് ഇൻവൈറ്റ് ചെയ്യണ സമയത്ത് ഭയങ്കര ഈസി ആയിരുന്നു. ബിക്കോസ് ഐ ജസ്റ്റ് ടോൾഡ് ദം വി ആർ സെലിബ്രേറ്റിംഗ് ഓണം, പ്ലീസ് ഡു കം ഓൺ ദിസ് ഡേ എന്നുള്ള രീതിയിൽ. അതായത് പോള് നടത്തിയിട്ടുണ്ടായിരുന്നു ഏത് ഡേറ്റ് വേണം എന്നുള്ളത്. സോ ബേസിക്കലി ഞങ്ങൾ ഓണം വരുന്നതിന് കുറച്ച് മുന്നെയാണ് നടത്തുന്നത്. ഇന്ന് August 24 ആണ്. അപ്പോ കുറച്ച് നേരത്തെയാണ്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്കെഡ്യൂളൊക്കെ നോക്കി വരുന്ന സമയത്ത് എക്സാക്ട് തിരുവോണം ദിവസം ഒന്നും നടത്താൻ പറ്റില്ല. സോ വി പ്ലാൻഡ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓണസദ്യ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുകയെന്ന്. അല്ല കേട്ടോ. കാരണം ഒരു പ്രാവശ്യം ഞാൻ അവർക്ക് ഓണസദ്യ കൊടുത്തു. എപ്പോഴും ഓണസദ്യ കൊടുക്കാൻ വേണമെങ്കിൽ, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണസദ്യ തന്നെ വേണം എന്നുള്ളതിന് അതൊരു കറക്റ്റാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത്. കാരണം എപ്പോഴും അവർക്ക് എല്ലാ ഡിഷസും കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ലല്ലോ. ആൻഡ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, കുക്കിങ്ങിനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് വല്ലവരൊക്കെ ഇങ്ങനെ ഇതുപോലെ കഴിപ്പിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. സോ ഞാൻ വിചാരിച്ചു ഇത്തവണ ഇഡ്ലി സാമ്പാർ, പിന്നെ ആപ്പം ഇഷ്ടു, റൈസ്, എന്തെങ്കിലും ഒരു ഉപ്പേരി, പിന്നെ ചിക്കൻ കറി, പിന്നെ സാധാരണത്തെ പോലെ നമ്മളുടെ പപ്പടോ അല്ലെങ്കിൽ കൊണ്ടാട്ടോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു എഗ് പപ്സ്. ബിക്കോസ് അവർ വന്നു കഴിഞ്ഞാൽ ഈവനിങ് ഒക്കെ പോകുള്ളൂ. അപ്പോൾ എഗ് പപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം എഗ് പപ്സും വല്ല ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിപ്പം പറഞ്ഞതെന്ന് ഓർമ്മയില്ല, പാലട പായസം, അങ്ങനെ കുറേ ഇത്. പക്ഷെ ഇന്നലെ കുറേ യുദ്ധം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ഫോർ ദാറ്റ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എല്ലാം ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് വരാൻ പോണ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടലി ഇൻക്ലൂഡിങ് എന്നെ അജയും കൂട്ടിയിട്ട് ടോട്ടലി വി ആർ ലൈക്ക് 12 members. ഓക്കെ, ആൻഡ് 12 members അറ്റ് ദിസ് ഹോം മീൻസ് അറ്റ് ദിസ് പ്ലേസ് മീൻസ് ഇറ്റ്സ് ടു മച്ച്. ഓക്കെ, അപ്പോൾ I'll show you. We are not sure how we are going to adjust everyone inside here. So ഇതാണ് ഞാൻ ഓണപ്പൂക്കളൊക്കെ ഇടാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഓണപ്പൂക്കളം ഞാൻ ക്യാൻസൽ ചെയ്തു. വൈ? ബിക്കോസ് ഈ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പൂക്കളം ഇടാനുള്ള സ്ഥലമില്ലേ എന്നൊരു ഡൗട്ട് തോന്നി. സോ ഞാൻ വിചാരിച്ചു അത് പിന്നൊരു ദിവസം ഇടാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഉള്ളിൽ കാണുന്നത് സാമ്പാർ റെഡി ആയതാണ്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ആക്ച്വലി അപ്പം ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണിത്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. എന്റെ സാമ്പാർ കാണാൻ അടിപൊളിയായിട്ടില്ലേ? ഞാൻ ഭയങ്കര സോ നൈസ് സ്മെൽ. ഓക്കെ, ഞാൻ ഇപ്പൊ ഭയങ്കര എന്നെ തന്നെ സ്വയം ഞാൻ പുകഴ്ത്തല്ല, ഞാൻ ഭയങ്കര വലിയ കുക്കായി മാറിയിട്ടുണ്ട് ഇപ്പൊ. അങ്ങനെ ഞാൻ ഭയങ്കര എന്താ പറയാ സൂപ്പർ കൂൾ കുക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ സ്വയം എന്നെ വിലയിരുത്തുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഞാൻ നന്നായിട്ട് ഇപ്പോ കുക്ക് ചെയ്യാറുണ്ട്.
ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് എന്തുകൊണ്ട് എനിക്ക് ഓണം സെലിബ്രേഷൻ ഇഷ്ടവും പ്ലസ് ഈ പ്രാവശ്യം ഞാൻ എന്തുകൊണ്ട് ഇഡ്ഡലി ഇഷ്ടു അങ്ങനത്തെ സാധനങ്ങൾ അതായത് ആപ്പമൊക്കെ പ്ലാൻ ചെയ്തു എന്നുള്ളതിന് കാരണം ബിക്കോസ് നമുക്കിപ്പോൾ സമ്മറാണ്. അപ്പോൾ സമ്മർ സമയത്ത് നമ്മളുടെ അല്ലാത്ത സമയത്തും മാവ് പൊന്തി വരും. ബട്ട് ഈ സമയത്ത് എന്താ പറയുക ഓവനിൽ ചൂടാക്കിയിട്ടോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് മോർ നാച്ചുറൽ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവും, സമയം എനിക്ക് ലാഭിക്കാമല്ലോ കുറെ കാര്യം കൊണ്ട്, അങ്ങനെ വിചാരിച്ചിട്ട്. സോ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആർ യു ഗൈസ് എക്സൈറ്റഡ്? നിങ്ങൾ എക്സൈറ്റഡ് ആണോ അല്ലേന്ന് എനിക്കറിയില്ല, ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. 1 2 കണ്ടോ, അതിന് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതെന്റെ ആപ്പത്തിന്റെ മാവാണ്. സോ ആപ്പത്തിനുള്ള മാവ് പൊന്നിട്ടുണ്ട്, പുറത്തേക്ക് എടുക്കണം. ഇതെന്റെ ദോശക്കുള്ള മാവാണ്. പിന്നെ കുറച്ചും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ടുള്ളത് മറ്റേ ഓവനിലായിരുന്നു. കാരണം എൻ്റെ അടുത്ത് അത്രയും വലിയ പാത്രമൊന്നും ഇല്ല, ഞങ്ങള് അങ്ങനെ അത്രയും വലിയ ആൾക്കാർ ഞങ്ങൾക്ക് ആയിട്ടില്ലല്ലോ. സോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്, സി എല്ലാം പൊന്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇന്നലെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് വൃത്തികേടായിട്ടൊക്കെ ഇട്ട് പോയത് എന്നുള്ളത്. ഐ വാസ് ഡാം ടയർഡ് ആൻഡ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം. അതുകൊണ്ടാണ് യൂഷ്വലി ഞാൻ ഇങ്ങനെ വിടാറില്ല. അങ്ങനെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ പാലട പായസമാണ്. കുറച്ചും കൂടി ഇതിൽ പണിയെടുക്കാനുണ്ട്, അത് ഞാനിപ്പോൾ എടുക്കും. കാരണം എനിക്ക് കാരമലൈസ് ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദേ ഷുഡ് റിമെമ്പർ, നമ്മൾ എന്താ പറയുക, ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കണം, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഫുഡ് അവർ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കഴിക്കണം. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ കുറേ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാല്ലേ. നമുക്ക് ആദ്യം ഇഡ്ഡലി ബാറ്റർ എടുക്കാം. ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ കൂടെ ഇഷ്ടം ഉണ്ടാക്കാന്നുള്ളത് എൻ്റെ പ്ലാനിലുള്ളതല്ലായിരുന്നു, റെക്കോർഡ് ചെയ്യുക ഒക്കെ സംഭവങ്ങൾ. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ മെമ്മറിക്ക് ഇതൊരു നല്ല ഇതായിരിക്കും. ലാസ്റ്റ് ഇയർ ഓൺ എനിക്കിങ്ങനെ റീൽസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഷോക്കേ ഉണ്ടായിരുന്നുള്ളൂ. യൂട്യൂബ് അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ബേസിക്കലി എന്താ പറയുക, എൻ്റെ അലാം ഇപ്പോഴാണ് അടിക്കണം. ഞാൻ പക്ഷെ അതിന് മുന്നേ എഴുന്നേറ്റു. അപ്പോൾ ബേസിക്കലി നമ്മളെപ്പോഴും എന്താ ഫ്ലോ പോയി എൻ്റെ അലാം അടിച്ചിട്ട് വീഡിയോ നമ്മൾ ഉണ്ടാക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ അതൊരു മെമ്മറിക്കായിട്ടാണ് ഞാനൊക്കെ കൺസിഡർ ചെയ്യണത്. എനിക്ക് എൻ്റെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നോ കൂടണ്ടെന്നോ അങ്ങനെയൊന്നുമില്ലേ. കൂടുമ്പോൾ നല്ലത് അത്രയേ ഉള്ളൂ. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ ആൾക്കാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ, വ്യൂസ് കിട്ടണം, അതെന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അവർ വിചാരിക്കും ആ ഒരു റീസൺ പറഞ്ഞിട്ടല്ലേ ചെയ്യണതെന്ന്. അതൊന്നുമല്ല, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ലൈക്ക് വൺസ് അതിന് എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ ഫോക്കസ് ലൈക്ക് ഞാനിപ്പോഴും ഓരോ റീൽസ് ചെയ്ത് കഴിഞ്ഞാലും അതെടുത്ത് നോക്കും. ഓ ഇറ്റ് വാസ് സോ നൈസ് എന്നൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കൊക്കെ പിന്നെ സംസാരിക്കാം. നമുക്കിപ്പോ ഇഡ്ഡലി ബാറ്റർ നോക്കാം. ഇഡ്ഡലി ബാറ്റർ നോക്കിക്കഴിഞ്ഞു. പക്ഷേ ഇഡ്ഡലിക്ക് ഉള്ള സെറ്റപ്പ് ഞാൻ വിചാരിച്ചു ഒരു 3 സെറ്റ്, അതായത് കാണിച്ചു തരാം എൻ്റെ എങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ഞാൻ ഇഡ്ഡലി ബാറ്റർ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇതിപ്പോൾ എടുത്ത് വെച്ച് ഞാൻ എത്രയൊക്കെ തോനെ ആദ്യമായിട്ടൊക്കെ ഐസ് ഉണ്ടാക്കണത് എനിക്കറിയില്ല. ഇങ്ങനെ പൊക്കത്തിൽ കാണിച്ചാൽ അരി കിടന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ സുഖമായിട്ട് കാണിച്ചു തന്നിരുന്നു. അങ്ങനെ ഞാനപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടി വരും.
ബിക്കോസ് അജിക്ക് ഈ പാത്രം കൊടുക്കണം. യെസ്, നമുക്ക് ഇളക്കാം. അങ്ങനെ ഇതേപോലെ പൊങ്ങാറുണ്ട് കേട്ടോ. മറ്റേ എന്താ എൻ്റെ പേര്, ഓവൻ ചൂടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലൊക്കെ പൊങ്ങാറുണ്ട്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പൊങ്ങാറുണ്ടോന്ന് ഇപ്പോ അങ്ങനെ ഓർമ്മയില്ല. വിന്റർ ആകുമ്പോ ഞാൻ പറയാം. യെസ്, സോ നൈസ് അല്ലേ? എൻ്റെ ഒരു കഴിവേ നിങ്ങളുടെ ഇത്രയൊക്കെ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ മൊത്തത്തിൽ ഉപ്പിടണോ എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് എനിക്ക് 3 തട്ടാണ് ഉണ്ടാക്കേണ്ടത്. കുറച്ച് വെള്ളം എന്തായാലും വേണം. ഓക്കെ, നമുക്കിനി അതിലോട്ട് എന്താ പറയുക, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടില്ല. വേറൊരു പാത്രത്തിലേക്ക് ആക്കണോ അതോ ഇതിലേക്ക് ഡയറക്റ്റ് ഇടണോ എന്ന് ഞാൻ ആലോചിക്കട്ടെ ഗൈസ്. ഞാൻ വിചാരിച്ചു ഉപ്പ് ഇതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇടാം. എനിക്കറിയില്ല, പിന്നെ 2 പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടൊക്കെ ഐ ഡോണ്ട് നോ, വിൽ സീ. ഇതിലപ്പോൾ ഇനഫ് ഉപ്പിടുക. പിന്നെ നമ്മളുടെ ഇഡ്ഡലി പാത്രം, ഞാൻ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ എൻ്റെ അൺപാക്കിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പുതിയ ഇഡ്ഡലി പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഇഡ്ഡലി പാത്രം കൊണ്ടുവരാനുള്ള റീസൺ മറ്റേത് ഇതിലേക്ക് ചൂട് കൂടുതൽ വരുന്ന സമയത്ത് എൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് ഇങ്ങനെ പൊന്തുക. അപ്പോൾ കറക്റ്റായിട്ട് ഇഡ്ഡലി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാവശ്യത്തെ ഇഡ്ഡലി തട്ടിൽ മൊത്തം എനിക്കൊരു 9 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഫലം പിടിച്ചിട്ടുണ്ട്, ഉപ്പില്ല. ഇത്രയൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടാക്കൊണ്ടേ ഒരു ഐഡിയ എനിക്കില്ല എത്ര ഉപ്പിടണം. അത്ര വലിയ മാസ്റ്റർ ഷെഫ് ആയിട്ടില്ല ഞാൻ. വീഡിയോ എടുക്കൽ കാരണം എൻ്റെ നേരം വൈകുമെന്ന് എനിക്കറിയില്ല. അവർ ബൈ 11:30 എത്തും. പിന്നെ തവണ ഞാൻ സാരി ഒന്നുമല്ല കൊടുക്കണേ. അങ്ങനത്തെ സാഹസികത ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, വിൽ മാനേജ്. കുറച്ച് വെള്ളം ഒഴിച്ചു, കാരണം എനിക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള ഫീൽ തോന്നി. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രൗഡായിട്ട് തോന്നണില്ലേ അമ്മാച്ച ചേച്ചിമാരെ? ബാക്കി ഫ്രണ്ട്സിന് കാണുമ്പോൾ പ്രൗഡായിട്ട് തോന്നുന്നില്ലയോ എന്ന് എനിക്കറിയില്ല. ഇത്രയും പേർക്ക് ഞാൻ കുക്ക് ചെയ്യുക. നാട്ടിലൊക്കെ നമ്മൾ കാറ്ററിങ്ങിന് കൊടുക്കുന്നു. ഈവൻ 10 പേര് കഴിഞ്ഞാൽ നമ്മൾ അതാ കൊടുക്കുന്നു കാറ്ററിങ് അല്ലേ? അപ്പം എനിക്ക് ഇപ്രാവശ്യം 10, 12, 13 പേരുണ്ട്. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ് തോന്നുന്നു. നമുക്ക് ഇഡ്ഡലി പാത്രം എടുക്കാം കേട്ടോ. എൻ്റെ ഇഡ്ഡലി പാത്രം കാണൂ. സോ ഇങ്ങനത്തെ ഇഡ്ഡലി പാത്രമാണ് ഞാൻ മേടിച്ചിട്ട് വന്നത്. കഴമ്പേപ്പുറത്ത് ഞങ്ങളുടെ അവിടെ അങ്ങനെയുള്ള പാത്രക്കടയിൽ നിന്ന് മേടിച്ചിട്ടാണ്. അതിൽ ഇപ്പോൾ 2-3 തവണ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയങ്കര കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എനിക്ക്. സോ നോക്കൂ, മൊത്തം 4 ഇതിൽ 5 ഇതിൽ 9 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 9 എണ്ണം 3 സെറ്റ്, അപ്പോൾ തന്നെ ഒരു 27 എന്നുള്ള രീതിയിലാവും. എല്ലാവരും ഒരു 2 എണ്ണം വെച്ച് കഴിച്ചാലും ഇനഫ് ആവും എന്ന് വിചാരിച്ചിട്ട് 3 സെറ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സോ ഇതിലൊക്കെ എണ്ണ തടവാന്ന് വിചാരിച്ചു. ആക്ച്വലി വെളിച്ചെണ്ണ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാവർക്കും കോക്കനട്ട് ഓയിൽ പറ്റണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്.
ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിക്കോസ് അവർക്കത് യൂസ് ടു അല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കോക്കനട്ട് സ്മെല്ല് ഇഷ്ടമല്ല. അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല, കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ ഇതാക്കണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഇഡ്ഡലി സെറ്റായിട്ട് വരുമോ? എന്താണ് തോന്നുന്നത്? മറ്റേ തട്ട് അജിയെ പിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കണം ഇൻ അനദർ 15 minutes. ഇപ്പോൾ 6:45 ആയി. സൈഡിൽ കൂടെ എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഞാനിപ്പോൾ ചിലപ്പോൾ വീഡിയോ റെക്കോർഡിലൊക്കെ നിർത്തും കേട്ടോ, ബിക്കോസ് എൻ്റെ സമയം എന്തേ പോകണു. അപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യലും ഓർമ്മയ്ക്കലൊക്കെ രസമാണ്. പക്ഷെ 11:30 എന്ന് പറഞ്ഞാൽ ദേ വിൽ കം ലൈക്ക് 11:30. അവർ ഭയങ്കര പങ്ക്ച്വലാണ്. ജർമ്മൻസ് യൂഷ്വലി ഭയങ്കര പങ്ക്ച്വലാണല്ലോ. സോ അവർ കറക്റ്റായിട്ട് വരും. ഞാനതിൽ മാവ് ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കൊണ്ട് വെക്കാം. ഞാൻ ഓൾറെഡി ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുത്തത് ഓക്കേ. ലംബാക്കിയിട്ടുണ്ടോ? അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, മീൻ ടൈം ഇഷ്ടമുണ്ടാക്കിയാലോ. ഏകദേശം ഒപ്പത്തിനൊപ്പം. പിന്നെ ക്യാരറ്റ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറ. പിന്നെ ഇഞ്ചി. ഞാന് സുചേച്ചിയെ വിളിച്ചതായിരുന്നു. സുചേച്ചിയെ വിളിച്ചിട്ട് എന്റെ കുറച്ച് ആപ്പത്തിന്റെ റെസിപ്പികളും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിയെടുത്താണ്. അപ്പോ ചേച്ചി ഇഷ്ടൂന്റെ കറിയുടെ റെസിപ്പി പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുന്നേ ചേച്ചിമാരടുത്ത് ചോദിക്കുക എന്നുള്ളതൊരു നിർബന്ധമാണ്. അങ്ങനെ അപ്പൊ സുപ്രേച്ചി ഈ നേരത്തെ ഉറങ്ങായിരിക്കും വിചാരിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചു. സുചേച്ചിക്കും എനിക്കും സമയം കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് സെറ്റായിരിക്കും. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടൂന്റെ പ്ലാൻ തുടങ്ങാം. ഞാൻ ഇഷ്ടൂന്റെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ പാടെ എൻ്റെ 11:30 വിത്ത് ഞാൻ റെഡി ആയിട്ട് ഇരിക്കലൊക്കെ കഴിയുമോ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ സ്ട്രെസ്. ആക്ച്വലി ഇഷ്ടു എന്ന് പറയണത് നമ്മളുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പാലക്കാട്ടുകാരുടെ സ്വന്തം ഇഷ്ടു കറി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം. ഞാനപ്പോൾ പാലക്കാട്ടുകാരുടെ സ്വന്തം ഇഷ്ടപരിപാടി തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ അതൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുന്നൊരു ഡിഷാണ്. പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ വളരെ എനിക്കും അജിക്കും 2 നേരത്തിന് കഴിക്കാൻ മാക്സിമം ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഈ 12 പേർക്കുള്ളതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതും, I know we have varying dishes and I know, but still എന്തോ എനിക്ക് എവിടേക്കോ അറിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ കുറേ ഡിഷ് ഉണ്ടാക്കി, ചിലതൊക്കെ ഞാൻ ചില സമയത്ത് മറന്നേ പോയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇട്ടില്ലല്ലോ എന്നൊക്കെ. അവിയൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ശരിക്കും ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അങ്ങനെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ മാനേജ് ചെയ്ത് പോയി. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ചിലതൊക്കെ ഇടാൻ മറന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ എൻജോയ് ചെയ്തു. ഓൺലി തിങ് അവർക്ക് ഈ നിലത്തിരുന്ന് കഴിക്കലും വിത്തൗട്ട് ആ സ്പൂൺ ഫോക്കൊക്കെ വെച്ചിട്ട് അവർക്ക് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. സോ ഉച്ചത്തെ അവര് അധികം എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇലയിലൊക്കെ കൊടുത്ത് നിലത്തിട്ടിട്ടൊക്കെ കഴിപ്പിച്ചേ. ഇല മീൻസ് പ്ലാസ്റ്റിക് ഇല. അപ്പോ അവർക്ക് എന്താ പറയാ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം അവരിരുന്ന് അവരുടെ പ്ലേറ്റും അവരുടെ സ്പൂണൊക്കെ എടുത്ത് കഴിച്ചപ്പോ അവര് എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചത്. അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടമായില്ലെങ്കിൽ അവര് ഇത്തവണ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ക്യാൻസലൊക്കെ ചെയ്യാതെ അവർ എക്സൈറ്റഡ് ആണ് ഇങ്ങോട്ട് വരാനും ഇന്ത്യൻ ഡിഷ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ്. അത് ഞാൻ ലൈവായിട്ട് കാണുന്നതാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം
കഴിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. അതേപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രവീണും അനുവും. അവര് വരുമ്പോഴും ഞാൻ ഇതുപോലെ കേരള ഡിഷസ് ആണ് ഉണ്ടാക്കി കൊടുക്കുക. അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്. സോ അവര് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇഡ്ഡലിയൊക്കെ തട്ടി മാടിയിട്ടാണ് പോയത്. എന്നിട്ട് പറഞ്ഞു അന്ന് എങ്ങോട്ടോ പോകാനുള്ള തിരക്ക് കാരണം അങ്ങോട്ട് മുഴുവൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. എന്നിട്ടും ഒരു അടിച്ചു പൊളിച്ചിട്ട് കഴിച്ചിട്ടാ പോയത്. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം കുറേ കഴിക്കണം, ഇഡ്ഡലി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇഡ്ഡലി നിർത്താമെന്ന് തോന്നുന്നു. ഞാനപ്പോ പാരലലി എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഒരു മിനിറ്റ്, ഒരാളെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷെ സൈഡിൽ കൂടെ എനിക്ക് കാണാം. വാ, അജി ആ മുടിയെങ്കിലും ഒന്ന് നേരാക്കി വരായിരുന്നില്ലേ. അജി അവിടെ നിന്നിട്ട് ഇഞ്ചി നേരാക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ബാക്കി കുറച്ച് ക്യാരറ്റ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫുൾ ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ ഫ്ലേവർ മാത്രം വേണ്ട, അതാണ് ശരിക്കും നല്ലത്. പക്ഷെ ഒരു 4 ക്യാരറ്റും കൂടെ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ക്വാണ്ടിറ്റിയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, അറിയില്ല ശരിയാവൂല എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇതിനാണ് പറയണത്, വീട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. അതൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറയണത് ഇതാണ്. ഉപ്പേച്ചിക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ശീലമുണ്ട്. അവർ അമ്പലത്തേക്കൊക്കെ ഓരോന്നും ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഐഡിയ ഉണ്ട്. അവർ വലിയ നമ്പേഴ്സിനാണ് ഉണ്ടാക്കുക. ഞാൻ ഇവിടെ കുറച്ച് നമ്പറിനാണ് ഉണ്ടാക്കുന്നത്. നമുക്കും നോ ഐഡിയ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്നാണ് എപ്പോഴും ആലോചിക്കുന്നത്. നോക്കാം അല്ലേ. ഞങ്ങൾ കഷ്ണം മുറിക്കട്ടെ. ഞാൻ ഇഡ്ഡലി കാണിച്ചു തരാം. അങ്ങനെ പോലത്തെ ഇഡ്ഡലി ആയിരുന്നു എന്നുള്ളത് അറിയില്ല. ഓക്കെ, അടുത്ത സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കാണ്. ആകെ മൊത്തം ഇങ്ങനെ വെട്ടിച്ചിരിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടമാണത്. ചോറ് ഇഡ്ഡലിയുടെ രണ്ടാമത്തെ തട്ടാണ്. ഉപ്പേരിക്കുള്ളതാണ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സെറ്റ് ഇഡ്ഡലിയും സെറ്റായി. ഇഷ്ടൂന്റെ കഷ്ണം ഇത്തിരി കൂടി ഉടയണായിരുന്നു, ബട്ട് ദാറ്റ്സ് ഓക്കെ. വല്ലാതെ ഉടച്ചിട്ട് ഇനി അവർക്ക് ഇഷ്ടക്കുറവ് വരുത്തണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്.